One of the nation's biggest fuel pipelines forced to shut down. Authorities are investigating a major cyber attack. കൊളോണിയൽ പൈപ്പ്ലൈൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ഇന്ധന പൈപ്പ്ലൈൻ സംവിധാനമാണ്. 5500 മൈൽ നീളമുള്ള ഈ പൈപ്പ്ലൈൻ ടെക്സസിലെ റിഫൈനറികളിൽ നിന്ന് ന്യൂ ജേഴ്സിയിലും മറ്റും പ്രധാന വിതരണ കേന്ദ്രങ്ങളിലും ദിവസേന 100 മില്യൺ ഗാലൻ ഇന്ധനം കൈമാറുന്നുണ്ട്. പെട്രോൾ, ഡീസൽ, ജെറ്റ് ഫ്യൂവൽ ഉൾപ്പെടെ ഈസ്റ്റ് കോസ്റ്റിലേക്ക് വേണ്ട ഇന്ധനത്തിൻ്റെ 45% ഈ പൈപ്പ് ലൈൻ വഴിയാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ഒരു പൈപ്പ് ലൈൻ സംവിധാനം സ്തംഭിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഹാക്കർ ഗ്രൂപ്പിന് നല്ലവണ്ണം അറിയാമായിരുന്നു. അത് മനസ്സിലാക്കി മെയ് 6, 2021 അവർ കൊളോണിയൽ പൈപ്പ് ലൈൻ കമ്പനിയിലെ ഒരു പഴയ ജീവനക്കാരൻ്റെ ഉപയോഗിക്കാത്ത അക്കൗണ്ട് വഴി സെർവറിൽ പ്രവേശിച്ചു. എന്നിട്ട് അതിലടങ്ങുന്ന 100 GB വരുന്ന ഡാറ്റ അവർ കൈവശപ്പെടുത്തുകയും അതിനെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കുകയും അതിൻ്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുകയും ചെയ്തു. ഇതറിഞ്ഞതോടുകൂടി കമ്പനി വിദഗ്ധരെ വിളിച്ചു, കൂടാതെ FBI വിവരമറിയിച്ചു. വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം പൈപ്പ് ലൈനുകൾ ഷട്ട് ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചു. ഹാക്കർ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം പണം തന്നെയായിരുന്നു. അവർ ആവശ്യപ്പെട്ടത് 75 ബിറ്റ്കോയിൻ ആയിരുന്നു, അതായത് $4.4 ബില്യൺ. ആ തുക നൽകിയാൽ ഡീക്രിപ്ഷൻ ടൂൾ തരാൻ അവർ തയ്യാറായിരുന്നു. ഇല്ലാത്ത പക്ഷം സെർവറിലുള്ള ഡാറ്റ അവർ നശിപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞത്. പൈപ്പ് ലൈൻ ഷട്ട് ഡൗൺ ചെയ്തതോടുകൂടി പെട്രോൾ ബങ്കുകളിൽ വാഹനങ്ങൾ നിരനിരയായി കിടക്കാൻ തുടങ്ങി. ഇന്ധനക്ഷാമം കാരണം ഇന്ധനവില വർദ്ധിക്കാനും തുടങ്ങി. ഇത് ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി. അങ്ങനെ US ഗവൺമെൻറ് 17 സംസ്ഥാനങ്ങളിൽ എമർജൻസി പ്രഖ്യാപിച്ചു. ഇതിനോടകം തന്നെ FBI അന്വേഷണം തുടങ്ങിയിരുന്നു. അന്വേഷണത്തിനൊടുവിൽ ഇതിനു പിന്നിൽ ഡാർക്ക് സൈഡ് എന്ന ഹാക്കിംഗ് ഗ്രൂപ്പാണെന്ന് കണ്ടെത്തി. പക്ഷേ അവരെ പിടികൂടാൻ സാധിച്ചില്ല. ജനങ്ങളുടെ പ്രതിസന്ധി മനസ്സിലാക്കി വേറെ നിർവാഹമില്ലാണ്ടായപ്പോൾ കമ്പനി അവർ ആവശ്യപ്പെട്ട തുക നൽകി. തുക നൽകിയതിനു പിന്നാലെ അവർ ആ ടൂൾ നൽകി. നീണ്ട പരിശ്രമത്തിനൊടുവിൽ സിസ്റ്റം റീസ്റ്റോർ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ നീണ്ട 6 ദിവസങ്ങൾക്ക് ശേഷം പൈപ്പ് ലൈൻ പ്രവർത്തനം ആരംഭിച്ചു. ഈ വാർത്ത US ജനങ്ങൾക്ക് വളരെ ആശ്വാസമായിരുന്നു. അതിനു പിന്നാലെ FBI ആ ഗ്രൂപ്പിനെ ട്രേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് നൽകിയ തുകയുടെ പകുതിയിൽ കൂടുതൽ തിരിച്ചെടുക്കാൻ സാധിച്ചു. പണം തിരിച്ചു ലഭിച്ചെങ്കിലും ഇത് എന്നും ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ഇതിനോടകം തന്നെ കൊളോണിയൽ കമ്പനി തങ്ങളുടെ സൈബർ സുരക്ഷയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്തു.